ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. ഓക്കെ, ഞാൻ ഇന്നൊരു പുതിയ ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളത് ഹെൽത്ത് ഈസ് എ റിയൽ വെൽത്ത്, അതായത് ആരോഗ്യമാണ് സമ്പത്ത്. ഈ ഒരു വേർഡ് പറഞ്ഞത് വേറെ ആരുമല്ല, സാക്ഷാൽ നമ്മുടെ രാഷ്ട്രപിതാവായ ശ്രീ മഹാത്മാഗാന്ധിജി പറഞ്ഞ ഒരു അമേസിംഗ് വേർഡാണ് ആരോഗ്യമാണ് സമ്പത്ത് എന്ന്. ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നുണ്ട്. പക്ഷേ ആരോഗ്യത്തിന് വേണ്ടി എത്ര പേര് സമയം കണ്ടെത്തുന്നുണ്ട്? എങ്ങനെയാണ് ന്യൂട്രീഷൻ എടുക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഏതൊക്കെ സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് ന്യൂട്രീഷൻ നമ്മുടെ ബോഡിയിൽ വരുന്നത് എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? നമുക്കറിയാം, ഈ അടുത്ത് വന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, ക്യാൻസറിൻ്റെ സംസ്ഥാനം ആണ് ഇന്ത്യ എന്നുള്ള രീതിയിൽ. വേൾഡിൽ ക്യാൻസറിൻ്റെ സംസ്ഥാനം ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. കാരണം അത്രമാത്രം ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ജനങ്ങളിപ്പോൾ ബോധേഡാവുന്നില്ല ആരോഗ്യത്തിന് വേണ്ടി. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷം, അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം പിന്നെയും ജനങ്ങൾക്കൊരു, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കൊരു മനസ്സിലൊരു ചിന്ത വന്നിട്ടുണ്ട്, ആരോഗ്യമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ, പ്രതിരോധശേഷി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതി. ഇപ്പോൾ നമുക്കറിയാം, മുട്ടിന് ഹോട്ടലുകൾ, മെഡിക്കൽ സ്റ്റോറുകൾ അത്രയും വരാനുള്ള കാരണം ജനങ്ങൾക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ആരോഗ്യമാണ് സമ്പത്ത്. ആരോഗ്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം ഞാനിപ്പോൾ എൻ്റെ മെമ്മറി വരുന്നത്, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തെ കെയർ ചെയ്യാൻ, നമ്മുടെ നാടിനെ കെയർ ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് നമ്മളെ കെയർ ചെയ്യാനെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ആരോഗ്യം വേണം. ഓക്കെ, താങ്ക് യു.